ഇന്നലത്തെ ലാലേട്ടൻ്റെ നല്ല ഡോസോട് കൂടി അനുമോൾ ഒന്ന് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആദിലയും നൂറയും നന്നായിട്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ആദിലയ്ക്കും നൂറയ്ക്കും ഇപ്പം അനുമോൾ എന്താണ് എന്നുള്ളത് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നീ ഇങ്ങനെ ഇത്ര ജെനുവിനായിട്ട് നിൽക്കല്ലേ, നീ വീട്ടിൽ നിൽക്കുന്ന കണക്കാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് അനുമോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടല്ലേ, ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല പോവുകയാണ്. ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ അനുമോൾ ഇത്രയും കിടന്ന് കരഞ്ഞു മെഴുകണ്ട, അതിൻ്റെ ആവശ്യമില്ല. ആ കരച്ചിലൊക്കെ കുറേ അധികം കൺട്രോൾ ചെയ്തേ പറ്റൂ. ബിഗ് ബോസിന് അനുമോളെ എന്ത് ചെയ്താലും ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടും, അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ഇതൊന്നും ഒരു വിഷയമല്ല. ഏതായാലും ശരി, അനുമോൾ കുറേ അധികം കാര്യങ്ങൾ തീരുമാനം എടുത്ത് പറയുന്നുണ്ട്. എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല, കാരണം പറയുന്നത് അനുമോൾ ആയതുകൊണ്ടേ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇതൊരു ജനറൽ ആയിട്ട് പറയാം. ഇപ്പോൾ ജിസേൽ, അനുമോൾ, ഞാൻ ഒരുപാട് തവണ ഈ ഒരു കമ്പാരിസൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു കഥയിലോ നോവലിലോ സിനിമയിലോ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓക്കെ ഇതിങ്ങനെയാണ് സംവിധായകൻ ഒരു കഥാപാത്രത്തെ വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ ഒരു കഥാപാത്രത്തെ നമ്മളൊന്ന് നറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ അല്ല ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണ് എന്ന് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം നമുക്കത് നേരിട്ട് പോയി ചോദിക്കാൻ ഈ പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ എഴുത്തുകാരനില്ല. പകരം ദൈവം സൃഷ്ടിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കിപ്പോൾ ആ ഒരു തോട്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ അനുമോളുടെ കഥാപാത്രം ഇങ്ങനെയാണ് എന്ന് പറയാനോ ജിസേലിന്റെ കഥാപാത്രം ഇങ്ങനെയാണോ എന്ന് പറയാൻ കഴിയില്ല. ബട്ട് എങ്കിലും ഒരു പരിമിതിക്കുള്ളിൽ നിന്നൊന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ജിസേല് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പം ആര്യൻ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രിവിലേജ്ഡ് ആണ്. അതായത് അവരൊക്കെ ആ ഒരു ജനിച്ച് വളർന്നു വന്ന സമയം തൊട്ടേ അവരൊക്കെ കുറേ അധികം മിഡിൽ ക്ലാസ് ആയിട്ടും പിന്നെ അങ്ങോട്ട് ഹൈ ലെവലിലേക്ക് വന്നവരാണ്. അവർ ജനിച്ചു വളർന്ന സ്ഥലം ഡിഫറെൻ്റ് ആണ്, അവർക്ക് കിട്ടിയ എക്സ്പോഷേഴ്സ് ഡിഫറെൻ്റ് ആണ്. അവരൊരു മോഡേൺ സിറ്റി അല്ലെങ്കിൽ മോഡേൺ ലൈഫൊക്കെ കുട്ടിക്കാലം തൊട്ടേ കണ്ടു വളർന്നത്, അവർക്ക് കിട്ടിയ എക്സ്പോഷറാണത്. നമ്മളൊക്കെ നമ്മളായി മാറുന്നത് നമുക്ക് കിട്ടുന്ന എക്സ്പോഷറിൽ നിന്നിട്ടാണ്. എല്ലാവരും ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ജന്മനാ കിട്ടുന്ന ഒന്നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ ചേർന്നതാണ് ഈ വ്യക്തിത്വം. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഇപ്പോൾ ഈ ഒരു ലൈവിൽ പോലും നൂറയെടുത്തും ആദിലയെടുത്തും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു നാട്ടിൻപുറത്തു നിന്നാണ് വരുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കേണ്ടത് പോലും ഷൂട്ടിൻ്റെ ആവശ്യത്തിനാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നാടും എൻ്റെ ആ ഒരു നാട്ടുകാരും ഒക്കെയാണ് എനിക്കിഷ്ടം. ആ ഒരു വീടും അതിൻ്റെ ഒരു കിണറ്റിലെ വെള്ളം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്രത്തോളം മൈന്യൂട്ടായിട്ട് അനുമോളിൻ്റെ നാടിനെയും അതുപോലെ ആ നാട്ടുകാരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, വീടിന് ചുറ്റും കുറേ വീടുകളും അയൽക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് വിളിച്ചു പറയും, അയൽക്കാർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതും. അതായത് ഒരു ഗ്രാമീണ തനിമയൊക്കെ തലയിൽ വെച്ച് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. സമൂഹം അത്രത്തോളം നല്ലതാണോ എന്ന് അനുമോൾ ചിന്തിക്കുന്നില്ല. അനുമോൾക്ക് ബുള്ളിങ് ഒക്കെ കിട്ടുമ്പോൾ അനുമോൾ അത് എന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും തെറ്റായിട്ടൊന്നും ആരെയും പറയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാം താൻ ചിന്തിക്കുന്ന ലെവലിൽ ശരികളുണ്ട്. താൻ ആ ഒരു നാടിൻ്റെ നന്മ, ആ ഒരു മഹത്വം, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം, മനസാക്ഷി വേണം, മനുഷ്യത്വം വേണം, എപ്പോഴും എല്ലാത്തിലും ഇത് വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അനുമോളുടേത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഡ്രാമ കാണിച്ച് ഒരുപാട് നാൾ നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരിക്കാം അനുമോൾ എന്ന് എനിക്ക് ഗസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന നൂറയും ആദിലയും ഒക്കെ പറയുന്നുണ്ട്, അതിപ്പം താൻ വളർന്നു വന്ന, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത തൻ്റെ ഒരു കരിയർ, തൻ്റെ ഒരു പ്രൊഫഷൻ, അതിനെക്കുറിച്ച് അനുമോൾ ഒന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ പോലും അനുമോൾക്ക് കരച്ചിൽ വരുവാണ്. നൂറയും ആദിലയും മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പം ഈ ഒരു സംഭാഷണം, അതായത് ഇപ്പം നൂറ, ആദില, അനുമോൾ ഇവരുടെ മൂന്നുപേരുടെയും സംഭാഷണം എത്രത്തോളം ക്യാമറ ഒപ്പിയെടുക്കുമെന്നോ നമ്മൾ ലൈവ് കാണുമെന്നോ ഒന്നും അനുമോളോ നൂറയോ ഒന്നും കരുതുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്നു. ഇത് ലൈവിൽ ഇവരുടെ ഈ സംഭാഷണം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് സംസാരിക്കേണ്ടിയും വരുന്നത്. ബാക്കിയും ഒരുപാട് പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. പക്ഷേ ഈ വിഷയത്തിൽ ഊന്നി നോക്കുകയാണെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞൊരു റിയൽ ക്യാരക്ടർ ആണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ബോധ്യമാകും. അപ്പം നൂറയും ആദിലയും പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നീയും അതുപോലെയാണ് എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലേക്ക് ആ സംസാരം കറക്റ്റായിട്ട് ബിഗ് ബോസിൻ്റെ ഗെയിമിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്.
അപ്പം ഇന്നലെ താൻ ഇവിടുന്ന് പോകുമെന്ന് ലാലേട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ താൻ ഇവിടെ പോകുമെന്നുള്ളൊരു ഒരു രീതിയിലേക്ക് അനുമോൾ സംസാരിച്ചിരുന്നു. എന്നാൽ ആദിലയും നൂറയും അപ്പോൾ എടുത്തു പറയുകയാണ്, ഇപ്പൊ നിനക്ക് മനസ്സിലായോ, നീ ഇനി പോണമെന്ന് പറയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഇല്ലില്ല, 100 ദിവസവും ഞാൻ ഇനി എന്ത് വിധേനയും ഏത് തരത്തിൽ ഗെയിം കളിച്ചിട്ടാണെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും, ഞാൻ ബിഗ് ബോസിന് വേണ്ടി അത് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ, അതായത് ഈ പറയുന്നവരെ ടാർഗറ്റ് ചെയ്ത് തന്നെ അനുമോൾ കളിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു സീരിയലിൽ ശൈത്യ ഇല്ല, ശൈത്യയെ പോലും ഇനി അനുമോൾ വിശ്വസിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ശൈത്യയും അപ്പാനിയും തമ്മിലൊക്കെ കുറച്ചധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ളത് അനുമോൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശൈത്യൊന്നും വരത്തില്ല എന്നും അനുമോൾക്ക് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ബോധ്യമായി. അപ്പം ആദിലയുടെയൊക്കെ സംസാരം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലിയർ കട്ടായിട്ട് ലാലേട്ട ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അതുപോലെ ചുണ്ടത്ത് തൊട്ടാൽ ബുദ്ധിമുട്ടാവും എന്ന് തന്നെയാണ് അത് പറയുന്നത്. അതിനകത്തൊക്കെ ഒരു തൻ്റെ ഇടം ഉണ്ട്, ഒരു എന്താ പറയുക, കരയാതെ പിടിച്ചു നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതൊരു കഴിവാണ്. ആ കഴിവ് അനുമോൾക്കില്ല. അനുമോൾ അപ്പോഴേ കരഞ്ഞു പോകും. അനുമോൾ പിന്നെ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് എന്നെ എങ്ങനെ പറഞ്ഞു, ഇതാണ് അനുമോള്. പക്ഷേ അതൊരു തെറ്റ്. അത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. റെനയെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ അത് പറയുന്നുണ്ട്, ആ ഐഡിയോളജി ശരിയാക്കണമെന്ന് നിങ്ങൾ ആരും വാശി പിടിക്കരുത്. റെന എന്ന് പറയുന്നൊരു കുട്ടി 2K കിഡാണ്, അവർക്ക് അതിൻ്റെതായ എല്ലാ പ്രിവിലേജസും ഉണ്ട്. അനുമോൾ എന്ന് പറയുന്നത് 30 വയസ്സെത്തി, അവർ തുടങ്ങി വന്നത് ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൂടി തന്നെയാണ്. അതായത് ഈ ഒരു 90s 30 വയസ്സെന്നൊക്കെ പറയുമ്പം 1995 അല്ലെങ്കിൽ 1996 വരുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും ഒരുപാട് തുടങ്ങിയൊരു സമയമൊന്നും ആയിരുന്നില്ല, എല്ലാം ഒന്ന് തുടങ്ങുന്ന ടൈമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നൊരു വലിയൊരു സീരിയലിൽ ഇത്രയും അധികം, അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് അറിയപ്പെടുന്ന ഒരു ലെവലിലേക്കൊക്കെ ആ സമയത്ത് എത്തണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ റീലിട്ട ആരും വൈറലാകത്തില്ല, അന്ന് ഇതണക്കിരുന്ന് വീഡിയോയിൽ പറയാനൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അനുമോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് പേർക്ക് അന്ന് ആ ഒരു അവസരം കിട്ടത്തില്ലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ബിഗ് ബോസിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ ഒരാൾ ആ വ്യക്തി പുറത്തും ഇങ്ങനെയാണ് അകത്തും ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു മര്യാദയാണ് ഞാൻ ഈ അനുമോളുടെ കാര്യത്തിൽ കാണിക്കുന്നത്. പക്ഷെ ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ജിസേലിന്റെ സ്റ്റോറി നമുക്കറിയില്ല. ജിസേൽ ഒരിക്കൽ അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു, അത് അനീഷ് കുത്തി ആളുടെ ആ ഒരു ബിസിനസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ടായിരുന്നു, ഞാനത് ആക്ടിവിറ്റി വരുമ്പോൾ പറയാം എന്ന്. ജിസേലിന് ഉറപ്പായിട്ടും ഇതുപോലൊരു സ്റ്റോറി കാണും. കാരണം അനുമോളെ കാട്ടി നല്ല ഏജ് ഉണ്ട് ജിസേലിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജിസേൽ ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ, രണ്ടുപേരും രണ്ട് എക്സ്ട്രീമുകളാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ പെട്ട് കിടക്കുന്ന ആര്യൻ, അപ്പാനി, റെന, അക്ബർ, ഇവരൊന്നും ഒരു കഥയില്ലാത്തവരാണ്. ഇവർക്കൊന്നും ഒരു ഗെയിമും ഇല്ല, ഒന്നുമില്ല. അവർ ഈ പറയുന്ന ജിസേലിനെ അനുമോളിനെ മാത്രം വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസിനകത്ത്. അപ്പോൾ ഏതായാലും ശരി, നമ്മൾ പറഞ്ഞു വന്നത് അനുമോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. പിന്നെ ആദിലയും നൂറയും അവരുടെ ഒരു ഗെയിം ഇവിടെ നടത്തുന്നുണ്ട്. അതായത് അനുമോളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് എന്തായാലും പുറത്ത് അനുമോൾക്കാണ് സപ്പോർട്ട് എന്ന് ആദിലയ്ക്കും നൂറയ്ക്കും അറിയാം. കാരണം മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും ജിസേലിനെ പോലൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അറിയാം. പിന്നെ 1.1 മില്യൺ അനുമോൾക്ക് ഫോളോവേഴ്സ് ഇൻസ്റ്റയിലുണ്ട് എന്നുള്ളതും പലരും അവിടെ വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പേര് അനുമോളെ സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ എന്നുള്ള വിശ്വാസവും ആ തിരക്ക് നൂറയ്ക്കും വന്നിട്ടുണ്ട്. പക്ഷെ ശൈത്യ എന്തായാലും അവിടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവസാനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളയാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഏതായാലും ഈ ഒരു അനുമോളിന്റെ പുതിയ കളികൾ, അതിന് പുതിയ വൈൽഡ് കാർഡ് വരുമ്പോഴേക്കും എത്ര വരെ പോകും, അതോ ഇനി അടുത്ത കരച്ചിലിന്റെ തുടക്കമാണോ എന്നുള്ളത് ഒരു ചെറിയൊരു തിൻ ലെയറാണ്. ഒന്നുകിൽ അനുമോൾ നന്നായിട്ട് കളിക്കും, അല്ലെങ്കിൽ കരഞ്ഞ് അവസാനം ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഔട്ടാവും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എന്താണ് അനുമോളിന്റെ പുതിയ കളികൾ എന്ന് കണ്ടറിയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ടാറ്റാ.